ഒരു രാത്രിയിൽ മക്കയിൽ നിന്നും അക്കാലത്ത് ഒരു മാസം വഴിദൂരമുള്ള ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ വരെയും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും അത്ഭുത കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ 2 യാത്രകളിൽ ഒന്നാമത്തേത് ഇസ്രാ എന്നും രണ്ടാമത്തേത് മിഅ്റാജ് എന്നും അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവായിരുന്നു ഇസ്രാഉം മിഅ്റാജും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷത്തിന് ശേഷം തൻ്റെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബും ഐശ്വര്യവും സമാധാനവുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ദുഃഖവർഷം എന്നാണ് ചരിത്രകാരന്മാർ ഈ വർഷത്തെ വിശേഷിപ്പിച്ചത്. മക്ക ജീവിതത്തിലെ നിർണായക ഘടകമായിരുന്നു ഇത്. ശത്രുക്കളുടെ അതികഠിനമായ പീഡനങ്ങൾക്കിടയിലാണ് വിരഹദുഃഖവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേറേണ്ടി വന്നത്. പ്രസ്ഥാന രക്ഷ ലക്ഷ്യം വെച്ച് ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്തു. അവിടെ മർദ്ദനങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയായിരുന്നു. ദുഃഖത്തിന് മേൽ ദുഃഖവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഹബീബിനെ സ്നേഹിതൻ ആശ്വസിപ്പിക്കുന്നതും ആദരിക്കുന്നതും. ഈ സാന്ത്വനവും ആദരവുമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയെങ്കിലും അവിടെ നിന്നും പ്രയാസത്തിൻ്റെ കയ്പുനീരുകൾ അനുഭവിച്ചു കൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ അനുചരന്മാരുടെ അബിസീനിയയിലേക്കുള്ള യാത്രയും താൻ കൊണ്ടുവന്ന ആദർശത്തെ മക്കയിലുള്ള ആളുകൾ അവഗണിച്ചതും തനിക്കെതിരെ എന്തും ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങളായിരുന്നു. തിരമാലകൾ പോലെ മേൽക്കുമേൽ കടന്നു വന്ന ഇത്തരം പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു ആശ്വാസമായിരുന്നു ഇസ്രാവും മിഅ്റാജും. ആരൊക്കെ പ്രവാചകനെ അവഗണിച്ചാലും കുറ്റപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു പ്രവാചകനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയായിരുന്നു മിഅ്റാജ്. ധാരാളം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഇസ്രാ യാത്ര മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നും ആകാശ ലോകത്തേക്കുള്ള രാപ്രയാണത്തിന് മിഅ്റാജ് എന്നും പറയുന്നു. ഈ യാത്ര ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ്. അത്ഭുതകരമായ ഈ യാത്രയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും മാനസികമായും അള്ളാഹു ഒരുക്കിയിരുന്നു. പ്രവാചകത്വത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാവ് തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മു ഹാനിൻ്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഏതാനും മലക്കുകൾ വരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസം കിണറിനരികിലേക്ക് കൊണ്ടുപോയി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി ഉൾഭാഗങ്ങൾ കഴുകി വിജ്ഞാനം നിറച്ചു. നടക്കാനിരിക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ആത്മീയ പാകത കൈവരുത്താനാകാം ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അബൂ ദർ പറയുമായിരുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ വിടവുണ്ടാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ നെഞ്ചു വിടർത്തി. പിന്നീട് സംസം വെള്ളം കൊണ്ട് അതിനെ കഴുകി. പിന്നീട് ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണത്താലുള്ള ഒരു തളിക കൊണ്ടുവന്നു. എന്നിട്ട് അത് എൻ്റെ നെഞ്ചിനകത്തേക്ക് ഒഴിച്ചു. പിന്നീട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ചേർത്തു. പിന്നീട് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് 1-ാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് കയറി. ജിബ്രീൽ ബുറാക്കുമായി വന്നു. കഴുതയേക്കാൾ വലുപ്പമുള്ളതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ഒരു മൃഗമാണ് ബുറാക്ക്. അതിൻ്റെ നോട്ടം എവിടേക്കെത്തുന്നുവോ അവിടെയെല്ലാം അതിൻ്റെ കാൽപാദങ്ങളും എത്തും. അതൊരു വാഹനം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്ര ശാരീരികമായി തന്നെയായിരുന്നു നടന്നത് എന്നതിനുള്ള തെളിവും കൂടിയാണിത്. ബുറാക്കിൻ്റെ രൂപത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. വെളുത്ത ഒരു മൃഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. കോവർ കഴുതയേക്കാൾ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതുമായിരുന്നു ബുറാക്ക്.
മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പ്രയാണത്തിൽ യാത്രാവാഹനമായ ബുറാക്കിന്റെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത് മീകായിൽ അലൈഹിസ്സലാം ആണ്. യാത്ര നിയന്ത്രിച്ചിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും. യാത്ര കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഈത്തപ്പനകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങി നിസ്കരിക്കുക. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയും തിരിച്ച് വാഹനത്തിൽ കയറുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അങ്ങ് നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾക്ക് ഹിജ്റ പോകാനുള്ള നാടായ ത്വയ്ബയാണ്, അതായത് മദീനയാണ്. മദീനയിലെ സന്ദർശനം കഴിഞ്ഞ് ബുറാക്ക് കാറ്റ് സഞ്ചരിക്കുന്ന വേഗതയിൽ കണ്ണെത്തും ദൂരത്തിൽ തൻ്റെ കാലെടുത്തു വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവിടെ ഇറങ്ങി നിസ്കരിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി നിസ്കരിക്കുകയും തിരിച്ച് വാഹനത്തിൽ കയറുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, താങ്കൾ നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാം ഇരുന്നിരുന്ന മദിയനിലെ മരത്തിന്റെ താഴെയാണ് അങ്ങ് നിസ്കരിച്ചത്. മഹാന്മാരുമായി ബന്ധമുള്ള സ്ഥലങ്ങൾക്ക് പവിത്രതയുണ്ടെന്നും അവിടങ്ങൾ സന്ദർശിച്ച് ബറക്കത്തെടുക്കൽ പുണ്യമായ കാര്യമാണെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. മദിയനിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. മറ്റൊരിടത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവിടെയും ഇറങ്ങി നിസ്കരിക്കുക. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വാഹനത്തിൽ കയറി. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എവിടെയാണ് നിസ്കരിച്ചതെന്ന് താങ്കൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറിയില്ല. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച തൂരി സീന പർവ്വതത്തിലാണ് അങ്ങ് നിസ്കരിച്ചത്. ഷാമിലെ കൊട്ടാരങ്ങൾ കാണാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയും ചെയ്തു. പതിവ് പോലെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഈ സ്ഥലം ഏതാണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ബൈത്തുൽ ലഹമിലാണ് അങ്ങ് നിസ്കരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇസ്രാഇന്റെ രാത്രി ചെമന്ന മണൽക്കുന്നിന്റെ സമീപത്ത് മൂസ നബി അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുകയാണെന്നും ഖബറിന്റെ അകത്തുള്ള മൂസ നബി അലൈഹിസ്സലാമിനെ പുറത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിക്കുന്നുവെന്നും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖബറിൽ നിസ്കരിക്കുന്നവരെയും ഖുർആൻ പാരായണം ചെയ്യുന്നവരെയും ഹദീസുകളിലും ചരിത്രങ്ങളിലും കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അന്ന് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടും. അപ്പോൾ സുഹാബികളിൽ ചിലർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് വെളിവാക്കപ്പെടുക? അങ്ങ് മണ്ണോട് അലിഞ്ഞു ചേർന്നിരിക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅക്കുലു അജ്സാദൽ അംബിയാ. തീർച്ചയായും അള്ളാഹു അമ്പിയാക്കളുടെ ശരീരങ്ങളെ തിന്നുന്നത് ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. സ്വഹാബിമാരിൽ ചിലർ വഫാത്തായതിന് എത്രയോ കാലശേഷം അവരുടെ ഖബർ തുറക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അവരുടെ ശരീരങ്ങൾ യാതൊരു രൂപവ്യത്യാസവും ഇല്ലാതിരുന്നതായും ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ബുറാക്കിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയായി. ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ ഉണ്ടായിരുന്നു. നബിമാർ തങ്ങളുടെ മൃഗങ്ങളെ കെട്ടുന്ന ഭാഗത്ത് ബുറാക്കിനെ ബന്ധിച്ചു. ശേഷം പള്ളിയിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നതിനും മറ്റും ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ അംബിയ മുർസലുകളും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവർക്ക് ഇമാമായി നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിൽക്കുകയുണ്ടായി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പ്രവാചകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മഹത്തായ ഒരു പദവിയായിരുന്നു. ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പാലും കള്ളും നിറക്കപ്പെട്ട 2 കപ്പ് വയ്ക്കപ്പെട്ടു. അവ രണ്ടിലേക്കും അവിടുന്ന് നോക്കിയിട്ട് പാലെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിലേക്ക് അങ്ങയെ മാർഗദർശനം ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. കള്ളാണ് അങ്ങ് എടുത്തതെങ്കിൽ അങ്ങയുടെ അനുയായികൾ വഴി തെറ്റിയവരാകുമായിരുന്നു.